നമസ്കാരം. ഗോസിപ്പ് ഗോപാലൻ വന്നേ. ഇതെന്നാ പറ്റി തന്നോ? കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പൂജ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഇന്നസെന്റിനെ ഒന്ന് കണ്ടു. അതാ. എന്തായാലും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാ? നമ്മുടെ ജഗദീഷിനെയും പാർവതിയെയും കുറിച്ച് ശ്രീനിവാസൻ ഇല്ലാത്തല്ല എഴുതി ജയറാമൻ ഒരു എഴുത്തെഴുതി. അത് ഭയങ്കര പ്രശ്നമായി. ശ്രീനിവാസൻ ഇന്നസെന്റ് കാല് പിടിച്ചു. ഇന്നസെന്റ് ശ്രീനിവാസനെ സഹായിക്കാമെന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ? നീ ഈ ആഴ്ച അവിടുന്ന് തുടങ്ങാം. ഈ ഉപദേശം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇന്നച്ചൻ ഭയങ്കര മിടുക്കനാ. അതുകൊണ്ട് തന്നെയാണല്ലോ പുള്ളിക്കാരനെ പിടിച്ച് നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നതും. ഈ വിഷയത്തിൽ നമ്മുടെ ശ്രീനിവാസനും കൊടുത്തു ഇന്നസെന്റ് നല്ലൊരു ഉപദേശം. ഇതുപോലൊരു ഉപദേശം കൊടുക്കാൻ ഇന്നച്ചൻ അല്ലാതെ വേറെ ആരുണ്ട് മലയാള സിനിമയിൽ? ഈ ഇന്നസെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ആർക്കും അറിയാൻ പാടില്ലാത്തൊരു സത്യം ഞാൻ പറയാം. ഈ ഇന്നസെന്റിനെ സിനിമയിൽ കൊണ്ടുവന്നത് ആരാ? ഞാനാ. സത്യം ഈ ഗോസിപ്പ് ഗോപാലനാണെന്ന്. പക്ഷെ പുള്ളിക്ക് ആ സ്നേഹം എന്നോടുണ്ട് കേട്ടോ. എവിടെ വെച്ച് കണ്ടാലും എന്തെങ്കിലും തന്നേ എന്നെ വിടൂ. അയ്യോ, കഴിഞ്ഞ ദിവസം തന്നത് ഒരു അല്പം കൂടി പോയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ശ്രീനിവാസന്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഇന്നച്ചൻ ഇടപെട്ട് ഒരു വിധത്തിൽ സോൾവ് ചെയ്ത് വെച്ചതാ. അപ്പോഴാ ഏതോ ഒരു ലൊക്കേഷനിൽ വെച്ച് മോഹൻലാലിന്റെ കാര്യം പറഞ്ഞ് ശ്രീനിവാസനും പാർവതിയും തമ്മിൽ പിന്നെയും പ്രശ്നമായത്. ഇതാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. കഴിവുള്ളവരെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. മോഹൻലാൽ വലിയ തെറ്റില്ലാതെ അഭിനയിക്കുന്ന ആളാണെന്നും ശ്രമിച്ചാൽ രക്ഷപ്പെടാവുന്ന ആളാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ ശ്രീനിക്ക് അങ്ങോട്ട് അംഗീകരിച്ചാൽ എന്താ? ഈഗോ, അതാണ് പ്രശ്നം. എന്തായാലും ലാലിനെ പാർവതി ഒരു അല്പം പുകഴ്ത്തിയത് ശ്രീനിവാസന് ഇഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ ശ്രീനി അത് മനസ്സിൽ വെച്ചാ പോരെ? ഈ ഇന്നസെന്റുമായിട്ട് ചേർന്ന് കള്ളു കുടിച്ച് മോഹൻലാലിനെ ചീത്ത പറയാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതേത് ചീത്ത പറയാൻ ഇടി വെട്ടിയവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതുപോലെ ആയി നമ്മുടെ ശ്രീനിയുടെ കാര്യം. കള്ളു കുടിച്ചിട്ട് ലാലിനെ ചീത്ത പറയാൻ വന്ന കാര്യം പിന്നെ പോട്ടെന്ന് കരുതാം. ഇത് റൂം തെറ്റി KPSC റൂമിൽ ചെന്ന കാര്യം കംപ്ലീറ്റ് ഫ്ലാഷ് ആയെന്നേ. അത്യാവശ്യം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ആളായതുകൊണ്ട് ശ്രീനിയോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഈ ഒരു സംഭവത്തോടെ അത് കംപ്ലീറ്റ് പോയി കിട്ടി. ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടായി. ശ്രീനി കള്ളു കുടിച്ച് തന്നെ ചീത്ത പറയാൻ വന്ന കാര്യം ലാൽ അറിഞ്ഞ്. ലാൽ ആരാ മോൻ? തനി തിരുവനന്തപുരംകാരന്റെ സ്വഭാവം കാണിക്കാതിരിക്കുവോ? എന്തിനിടെ അപ്പി കള്ളുകൾ കുടിച്ചിട്ട് വന്നാൽ മോന്റെ ഷേപ്പുകളും മറ്റും മാറും കേട്ടാ. ജയറാമിനോടോ ജഗദീഷിനോടോ ഉടക്കുന്നത് പോലെയാണോ മോഹൻലാലിനോട് ഉടക്കിയാൽ? ലാൽ ആരാ മോൻ? മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ അല്ലേ? ഉടക്കിയാലേ വിവരം അറിയും, വിവരം. അതേ ശ്രീനിക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ശ്രീനി മോഹൻലാലിനെ സോപ്പിടാൻ ഒരു ശ്രമം നടത്തിയത്. സത്യം, ശ്രീനി മോഹൻലാലിനെ സോപ്പിടാൻ ഒരു ശ്രമം നടത്തിയെന്നേ. അതെങ്ങനെയായിരുന്നോ? അത് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു തരാം കേട്ടോ. വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാവർക്കും, അതിപ്പോൾ ആണായാലും പെണ്ണായാലും, ഒരു സങ്കല്പം ഉണ്ടാവും. എൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇരിക്കണം. ചിലർക്ക് അതൊക്കെ ഒത്തുകിട്ടാറുണ്ട്, ചിലർക്ക് നേരെ വിപരീതമാകാറുണ്ട്. എന്തായാലും എല്ലാം ഒത്തിണങ്ങിയ ഒരു പങ്കാളിയെ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അയ്യോ, പറഞ്ഞ പോലെ എനിക്കിന്നൊരു കല്യാണമുണ്ട്. പോട്ടെ. നമ്മുടെ സുരേഷിന്റെ ബെസ്റ്റ് ടൈമാണ്. നീ ഭാഗ്യവാനാണോ സുരേഷ്? ഒന്നുമില്ലാലും സുന്ദരിയായ നാടൻ പെൺകുട്ടിയല്ലേ നിനക്ക് ഭാര്യയായിട്ട് ഇട്ടിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തിനായിട്ട് നീ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. വേണ്ട, ഇന്നവന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഇന്നവനെ കുടിപ്പിക്കരുത്. അടിക്കുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റിന് അടിക്കണം. അവന്റെ ചമ്മന് വൃത്തിയാരാ ഫ്രെഡി പറയുന്നത്? അവൻ ആഗ്രഹിച്ച പോലെ ഒരു നാടൻ പെണ്ണിനെ കിട്ടിയ ദിവസമായിരുന്നു. സുരേഷ്, എടാ, ഈ നാട്ടും പുറത്തുകാരി ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം കണക്കാ. അത് ശരിയാ. പച്ചപ്പരിഷ്കാരിയായ ഒരു മോഡേൺ പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ഇവൻ നടന്നു. ഇവൻ എന്നിട്ട് എപ്പ എന്തായി? ഏത് സമയം ഇവന്റെ ഭാര്യയും ഇവന്റെ അമ്മയും തമ്മിൽ പൊരിഞ്ഞ അടിയാ. മാറിയടാ. ഞാൻ ആരാന്നാണ് എന്റെയൊക്കെ വിചാരം? നീ എന്നാ നിന്റെ ഭാര്യ തല്ലിയ? തല്ലിയില്ല. പരസ്പരം ബഹളം ഉണ്ടാക്കുന്നത് വാർദ്ധക്യത്തിന്റെ ലക്ഷണമാണെന്ന് ഞാൻ വെറുതെ ഒരു കാച്ചങ്ങ് കാച്ചി. അതിൽ പിന്നെ അമ്മയും മോളും തമ്മിൽ എന്താ സ്നേഹം. നീ ആള് കൊള്ളാമെന്നോടാ. അതൊക്കെ പോട്ടെ, നേരം എത്രയാന്ന് വിചാരം? ഇവര് കിടന്ന് ഉറങ്ങണ്ടേ? ഒന്ന് ഇറങ്ങിത്തടാ. ഓ, ഈ കൂട്ടുകാരെ പറഞ്ഞുവിടാൻ പെട്ട പാട്. കരളേ, എന്റെ സരളേ. എഴുന്നേക്കൂ. ഇരിക്കൂ. ചേട്ടനിരി. മോളിരിക്കേ. എന്താ ചേട്ടനിരി? അതെന്താ? മൂത്തവര് നിക്കുമ്പോ ഇളയത്തവര് നിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, മൂത്തവര് നിക്കുമ്പോ ഇളയത്തിങ്ങളെ ഇരിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ശരി, ഇരിക്കേ. ചേട്ടൻ ഇരുന്നാലേ ഇരിക്കൂ. ഞാനും ഇരിക്കാം. കൊച്ചിന്റെ ഒരു കാര്യം. ഇരിക്കൂ.
ഭർത്താവ് കാണപ്പെട്ട ദൈവമെന്നാ മുത്തശ്ശി പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ വന്നിക്കണം, കാലെ തൊട്ട് തൊഴണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ ഭാഗ്യവാനാണ് സാറല്ലേ. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു തനി നാട്ടിൻപുറത്തുകാരിയെ തന്നെ ദൈവം എനിക്ക് തന്നല്ലോ. ഞാനും ഭാഗ്യവതിയാണ് ചേട്ടാ. ഇത്രയ്ക്ക് സുന്ദരനും സുമുഖനും സ്നേഹനിർഭരനുമായ ഒരു ഭർത്താവിനെ ദൈവം എനിക്ക് തന്നല്ലോ. എനിക്കൊന്നും അറിയില്ലല്ലോ. എന്തായാലും സരളെ, നമ്മൾ ഇന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. ചേട്ടാ, എന്താ? ഞാനൊരു തികച്ച നാട്ടുമ്പുറത്തുകാരിയാണ്. അതിന്റേതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എന്നിൽ കാണും. അതൊക്കെ എന്റെ വിവരമില്ലായ്മയായി കാണാതെ എന്റെ ബോധമില്ലായ്മയായി കണ്ട് ചേട്ടൻ വേണം സഹിക്കാനായിട്ട്. അതൊന്നും സാരമില്ല എന്റെ സരളെ. ഞാൻ ഈ ടൗണിലുള്ള ഫാഷൻ പെമ്പിള്ളാരെ കണ്ടു മടുത്ത് എന്തോരം കാശ് നമ്മുടെ പോകുന്നറിയാമോ. അതുകൊണ്ട് തന്നെയല്ലേ തികച്ചും നിഷ്കളങ്കയും പരിശുദ്ധയുമായ സരളയെ പോലൊരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ശാഠ്യം പിടിച്ചത്. എന്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു, നീ ഇങ്ങനെ വീടിന്റെ അകത്ത് അടച്ചിരിക്കാതെ ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ മേലെന്ന്. എനിക്ക് എന്ത് പേടിയാന്നറിയോ ടൗണിൽ പോകാൻ. പക്ഷെ അല്ലേ, എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ എത്ര ഭാഗ്യവാനാണ് ദൈവം. അതുകൊണ്ട് സരളയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാണ്? സിനിമയോ? ഞാൻ സിനിമ കാണാറില്ല. സിനിമ കണ്ടാലേ ചീത്തയായി പോകുന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ ചേട്ടാ? അല്ല, അത് പിന്നെ എനിക്കൊന്നും അറിയില്ലല്ലോ. പോവിടുന്ന്. സിനിമ കാണാത്ത സ്ഥിതിക്ക് ഫുൾ ടൈം ടിവിയുടെ മുന്നിലായിരിക്കും കള്ളി. സീരിയല് ടിവിയോ? ടിവി ഞാൻ കാണാറില്ല. ടിവി കാണുന്നത് ഇഷ്ടമല്ലേ? അല്ല, ഒന്നാമത് ഞങ്ങളുടെ വീട്ടിൽ ടിവി ഇല്ല. തന്നെയല്ല, ടിവി കണ്ടാലും നമ്മൾ ചീത്തയായി പോകുന്ന എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ ചേട്ടാ? അല്ല, അത് പിന്നെ അല്ല, എനിക്കൊന്നും അറിയില്ലല്ലോ. സരളെ പോലെ നിഷ്കളങ്കയും പരിശുദ്ധയുമായ ഒരു തനി നാട്ടിൻ പുറത്തുകാരി പെണ്ണായിരുന്നു സരളെ. ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ മനസ്സിൽ ദൈവമേ അങ്ങേക്ക് 1000 സ്തുതി. സരളെ, നിന്നെ കിട്ടിയ ഞാൻ എന്തോരം ഭാഗ്യവാനാണെന്ന് അറിയാമോ. ഞാൻ ചേട്ടനോട് ഒന്നുകൂടെ പറയാണ്, ഞാൻ തികച്ച നാട്ടിൻപുറത്തുകാരിയാണ്. ഈ പട്ടണത്തിന്റെ പരിഷ്കാരം ഒന്നും എനിക്ക് അറിയല്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്കൊന്നും അറിയില്ലല്ലോ. കൂട്ടുകാരാരാണ്ടാന്ന് തോന്നും. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ആരാടാ? എന്നതാടാ മോനെ, നീ പാലെടുക്കാൻ മറന്നുപോയോ? അയ്യോ, അതമ്മ പെട്ടെന്നുള്ളൊരു അതൊരു എട്ടും പുട്ടും തിരിയാത്തൊരു നാടൻ പെങ്കൊച്ച. നിനക്ക് കുറച്ച് അറിവൊക്കെ ഉള്ളതല്ലേ, നീ വേണ്ട നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാൻ. പോയി ആ പാലും കുടിച്ച് പോയി കിടന്നിറങ്ങി. ശരി ശരി അമ്മ. ചെല്ലു ചെല്ലു. പാല് പോയി. അമ്പടി കള്ളി, എന്നെ പറ്റി ചൊളിച്ചിരിക്കുകയാണല്ലേ. സരളക്കുട്ടി, സരളക്കുട്ടി, സരളെ, ഇവളിത് എവിടെ പോയി? ഇതിനകത്താരാ? അത് അമ്മ പാല് തരാൻ വേണ്ടി വന്നതല്ലേ? ഞാൻ കരുതി പോലീസുകാര് റെയ്ഡ് ചെയ്യാൻ വന്നാണെന്ന്. എനിക്കൊന്നും അറിയില്ലല്ലോ. സരളേ, റോങ് നമ്പറിന് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് 1000 നന്ദി. എന്തായാലും നമ്മുടെ ഇടയിൽ നടക്കുന്ന ചില റോങ് കോളുകൾ ഈ റോങ് നമ്പറിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ ആഴ്ചയിലെ റോങ് നമ്പർ ആരംഭിക്കുകയാണ്. ആരെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത് നോക്കാം. മിസ്റ്റർ ജോസഫ് കുരുവിത്തറയാണ്. നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, മിസ്റ്റർ ജോസഫിന്റെ വീടല്ലേ? ആണല്ലോ. ഇത് ഞങ്ങൾ കൈരളി ടിവി എന്നാണ് വിളിക്കുന്നത്. കൈരളി ടിവി? അതെ, കൈരളി ടിവിയുടെ ടിങ് ടോങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ നിന്നാണ്. മിസ്റ്റർ ജോസഫ് ആണോ സംസാരിക്കുന്നത്? ജോസഫിന്റെ മോനാണ്. ജോസഫ് വീടല്ലേ? പപ്പ വെളിയിലോട്ട് പോയേക്കുവാണ്. പുറത്തേക്ക് പോയിരിക്കുകയാണല്ലേ? എന്തായാലും പപ്പ എഴുതിയ എഴുത്തിനാണ് 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഉത്തരം മോൻ പറഞ്ഞു കൊടുത്തതാണോ അതോ പപ്പ തന്നെ ഉണ്ടാക്കിയെടുത്ത ഉത്തരവാണോ? പപ്പ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. കൈരളി ടിവിയിലേക്ക് വന്നിട്ടുണ്ടോ? അതെ, കൈരളി ടിവി ടിങ് ടോങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കാണാറില്ലേ? പ്രോഗ്രാം കാണാറുണ്ട്. ഇവിടുന്ന് ആരും അയച്ചിട്ടില്ലല്ലോ. എഴുത്തയച്ചിട്ടുണ്ടോ? 1ാം സമ്മാനം എന്ന് പറയുന്ന 1 പവന്റെ ഗോൾഡ് കോയിൻ ആണ്. അത് പപ്പയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അതപ്പോ നിങ്ങൾ ഗോൾഡിന്റെ സമ്മാനം ടിവിയിലൊക്കെ കാണാറുണ്ട്. ടിവിയിൽ കാണാറുണ്ട്. എന്റെ പേര് മഞ്ജു എന്നാണ്. പ്രോഗ്രാം കാണാറുണ്ടല്ലോ? മറന്നുപോയായിരുന്നേ. ഓ, അത് ശരി. അയച്ചായിരുന്നു. ശരിയാ, എന്നോട് പറയാൻ ഞാൻ മറന്നുപോയി. സംഭവം മറന്നുപോയതാണല്ലേ? അതുകൊണ്ടാ. പ്രോഗ്രാം കാണാറുണ്ടല്ലോ അല്ലേ? പ്രോഗ്രാം കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾക്കൊക്കെ ഒത്തിരി കൈരളി എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട് ഞങ്ങള്. ഒത്തിരി ഇഷ്ടമാണ്. മഞ്ജു എന്തെടുക്കാണ്? എന്തോ
മഞ്ജു എന്ത് ചെയ്യുകയാണ്? ഞാൻ പഠിക്കുകയാണ്, BSc പഠിച്ചോണ്ടിരിക്കുന്നു. എവിടെ? ഞാനിവിടെ എറണാകുളത്ത് തന്നെയാണ്, സെന്റ് തെരേസസിൽ. അതെ അതെ അതെ. സെന്റ് തെരേസസിൽ ഒരുപാട് പിള്ളേരൊക്കെ ഇങ്ങനെയല്ലേ, നല്ല അവതാരകരൊക്കെ ആയിട്ട് ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അതെ അതെ ഉണ്ട്. എന്താണ് ജോസ്പേട്ടന്റെ മോന്റെ പേരെന്താണ്? എന്റെ പേര് ജോസ് എന്നാണ്. ജോസ് എന്നാണ്. ജോസ് എന്ത് ചെയ്യുന്നു? എനിക്ക് ഒരു ബിസിനസ് ആണല്ലേ? ഓക്കെ ജോസ്. അപ്പൊ എന്തായാലും അച്ഛൻ ഒരു പവന്റെ ഗോൾഡ് കോയിൻ ആണ്. അപ്പൊ അത് മേടിക്കാൻ ജോസ് വരുമോ അതോ അച്ഛൻ തന്നെ വരുമോ? ഞാൻ പറയാം അല്ലേ? ഞാൻ വരാം. ആണല്ലേ? മഞ്ജു ഒക്കെ അവിടെ സ്റ്റുഡിയോയിലൊക്കെ ഉണ്ടാവും. നിങ്ങളവിടെ എങ്ങനെയാ പ്രോഗ്രാം അല്ല, ഞങ്ങളുടെ സ്പോൺസേഴ്സ് കൂടെ ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി. ആണല്ലേ? ഓക്കെ. മഞ്ജു വിളിച്ചെന്ന് പറഞ്ഞാൽ മതിയോ? മതി. ടിങ് ഡോങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കാണാറുള്ളതല്ലേ? അപ്പൊ പിന്നെ ടിങ് ഡോങ് എന്ന് മഞ്ജു വിളിച്ചിരുന്നു. ഗോൾഡ് കോയിൻ മേടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. മഞ്ജുന്റെ വീട് എവിടെയാണ്? ഞാനിവിടെ എറണാകുളം തന്നെയാണ് ചേട്ടാ. അതെ. അപ്പൊ ഒന്ന് ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട്. എന്തോ ഡ്രസ്സൊക്കെ വളരെ നല്ലതാണ്. പ്രോഗ്രാമൊക്കെ അവതരണമൊക്കെ വളരെയേറെ നന്നായി വരുന്നുണ്ട്. ശരി. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആണല്ലേ? അപ്പൊ ഗോൾഡ് കോയിൻ മേടിക്കാൻ എനിക്ക് വരണം കേട്ടോ. ഹലോ. ജോസേ. അതെ ജോസേ, സോറി കേട്ടോ. ഇത് കൈരളി ടിവിന്ന് ടിങ് ഡോങ്ങിൽ നിന്നല്ല. ആരാണ്? നിങ്ങളാണ് താരത്തിൽ നിന്ന് വിളിക്കുകയാണ്. ഹലോ. നിങ്ങളാണ് താരത്തിൽ നിന്നാണ്, കൈരളി ടിവിയിൽ നിന്ന് വിളിക്കുകയാണ്, കോമഡി പ്രോഗ്രാമിൽ നിന്ന്. ജോസേ, നേരത്തെ വിളിച്ച കൊച്ചി ഇത് തന്നെ. ഞാനിന്ന് അല്പം സൗണ്ട് മാറ്റിയതുള്ളൂ. മിമിക്രി അല്ലേ ജോസേ കംപ്ലീറ്റ്? ഞാൻ കലാഭവൻ ഷാജോൺ ആണ്. എന്റെ ജോസേ, മഞ്ജുവിന്റെ പ്രോഗ്രാം ഡെയിലി കാണുന്നുണ്ടല്ലേ? ശരി. ഡ്രസ്സൊക്കെ സ്ഥിരം ശ്രദ്ധിക്കാറുണ്ടോ? എന്താ പറഞ്ഞേ? ഡ്രസ്സൊക്കെ സ്ഥിരം ശ്രദ്ധിക്കാറുണ്ടോ? എന്താ പറഞ്ഞേ? മനസ്സിലായി. കളിയാക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും പപ്പ ഇല്ലാത്ത സമയല്ലേ അല്ലേ? മനസ്സിലായി. എന്തായാലും ജോസേ, നല്ല പ്രോഗ്രാം ആണോ? ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടിരുന്നു. പ്രോഗ്രാം കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ജോസേ? ഒത്തിരി ഇഷ്ടമാണ്. വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാ ചാനലും ഇപ്പൊ ഉണ്ടല്ലോ. ഇതിനൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ജോസേ. എന്തായാലും ഇതുപോലെ ഞാൻ ഗോൾഡ് കോയിൻ മേടിക്കാൻ വരണ്ടല്ലോ ഇനി വരണ്ട. ഇനി വന്നാൽ ഇവിടെ ആരും ഗോൾഡ് കോയിൻ തരാനില്ല. മഞ്ജു എന്തായാലും പോയില്ലേ, ഇനി ജോസേ ഗോൾഡ് കോയിനും പോട്ടെന്ന് വെക്ക് കേട്ടോ. നമുക്ക് തന്നെ ഇത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. എന്തായാലും ജോസേ, ഇതാണ് ചിലരെന്നോട് സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട് ജോസേ. ചിലരെന്നോട് പരാതി പറയാറുണ്ട് എന്തിനാണ് വിളിച്ച് പറ്റിക്കുന്നത്. പക്ഷെ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു രസമുണ്ടല്ലോ, പെട്ടെന്ന് ചിരിക്കാം. നമുക്ക് രണ്ടുപേർക്കും ചിരിക്കാം, ഇത് കാണുന്ന ജനങ്ങൾക്കും ചിരിക്കാം അല്ലേ? അതെ. ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം കണ്ടോളൂ. ഏതെങ്കിലും എപ്പിസോഡിൽ ജോസിന്റെ ഫോൺ കോൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ ജോസേ, അപ്പോ ഓക്കെ, താങ്ക് യു വെരി മച്ച്. പ്രോഗ്രാം കാണണേ. താങ്ക് യു വെരി മച്ച്. ബൈ. കണ്ടോ, എന്റെ സൗണ്ട് ഒന്ന് മാറ്റിയപ്പോൾ എനിക്ക് എന്തൊരു ഡിമാൻഡ് ആയെന്ന് നോക്കിയേ. പ്രോഗ്രാം കാണാറുണ്ട്, കോസ്റ്റ്യൂം നന്നായിരിക്കുന്നു, ഇങ്ങോട്ട് വരട്ടെ, മഞ്ജു ഇവിടെ കാണുമോ? പിള്ളേരല്ലേ അല്ലേ? എന്തായാലും പോട്ടെ. ഈ ആഴ്ചയിലെ റോങ് നമ്പർ ഇവിടെ പൂർത്തിയാകുന്നു. ഈ ആഴ്ചയിലെ നിങ്ങളാണ് താരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.